ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ കുറേ പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ് അല്ലേ? പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒരു മഴയൊക്കെയുള്ള ദിവസം ആകുമ്പോഴത്തേക്കും പൂക്കളൊക്കെ കണ്ടുകൊണ്ട് മുറ്റത്ത് അല്ലെങ്കിൽ കടകളിലൊക്കെ ചെല്ലും പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിനൊരു കുളിർമയും അനുഭൂതിയും ഒക്കെയാണ് അല്ലേ? നമുക്ക് വിവരിക്കാൻ പറ്റാവുന്നതിനപ്പുറമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ അല്ലേ, എന്നാൽ ഇന്നൊരു ക്രിസ്പി ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി, പിള്ളേർക്ക് ഇഷ്ടമല്ല മഴയത്തൊക്കെ കട്ടൻ ചായയും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ നല്ല ഒരു രസമല്ലേ അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ കുളമൊക്കെ ആണ്ട് മഴയത്തെ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഒലീവ്സേൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒലീവ്സേൽ കുറേ ഇതുണ്ടായിരുന്നു. അതെല്ലാം ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇതുണ്ടാകുന്നതുകൊണ്ട് ഇതുള്ള എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. എന്നാൽ ബാക്കിയുള്ളതിനകത്ത് നിന്ന് ചെറുതായിട്ട് ഒലീവ്സ് വളർന്നു വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഉള്ളതിനകത്ത് നിന്ന് ബാക്കിയുള്ളതിനകത്ത് നിന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ പുതിയൊരു പൂവാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉള്ള പൂവാണ്. അപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ക്രിസ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചീനിക്കിഴങ്ങ് കുറേ നാളായിട്ട് മേടിച്ച് വെച്ച ചീനിക്കിഴങ്ങാണ്. കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കണ്ടിച്ച് വണ്ണം കുറച്ചങ്ങ് കണ്ടിച്ചിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പങ്ങ് വാരി വിതറി കേട്ടോ. ഉപ്പങ്ങ് വാരി വിതറിയിട്ട് ഞാൻ നമ്മുടെ ഈ അരിയൊക്കെ വാറ്റുന്ന വെള്ളം കളയുന്നൊരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ട് നന്നായിട്ടങ്ങ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഉപ്പ് എല്ലായിടത്തും പിടിക്കുമല്ലോ. എന്ത് രസമല്ലേ? നല്ല ഓറഞ്ച് കളറൊക്കെ ആയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒരു പാനിനകത്ത് തിളപ്പിച്ച് അതിനകത്തോട്ട് ഇതങ്ങ് ഇട്ടിട്ട് ഇതങ്ങ് മറിച്ചും തിരിച്ചും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ്ട് നല്ല വറന്നു വന്നു കേട്ടോ. നന്നായിട്ട് പൊടിയുന്ന രീതിയിലൊക്കെ നല്ല വറന്നു വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, പിള്ളേർ കഴിക്കുകയും ചെയ്തു. അപ്പോൾ അത് കുറച്ച് നേരം എണ്ണയൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിയിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം തണുപ്പത്തൊക്കെ വെച്ചു. അതിന് ശേഷം ഞാൻ എടുത്ത് നോക്കി, ഇത് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വായിലേക്ക് ഇടുമ്പോൾ നല്ല പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.